പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് പരീക്ഷയ്ക്ക് ആവാൻ നിൽക്കുന്ന ഈ ഒരു സമയത്ത് എക്സാം ഫിയർ പോലെ തന്നെ ഒരു ടെൻഷനുള്ള പരിപാടിയാണ് കരിയറിൽ ഇനി അടുത്ത സ്റ്റെപ്പ് എവിടെ വെക്കും എന്നുള്ളത്. ആ ഒരു കൺഫ്യൂഷനെ അല്ലെങ്കിൽ ആ ഒരു ടെൻഷനെ കറക്റ്റ് ഇൻഫോർമേഷൻ എടുത്ത് പതുക്കെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, സോർട്ട് ഔട്ട് ചെയ്ത് കൊണ്ടുവരണം. എന്നിട്ട് വേണം നിങ്ങളൊരു ഡിസിഷൻ മേക്ക് ചെയ്യാനായിട്ട്. കൂടുതൽ ഇൻഫോർമേഷൻ ഒന്നും കളക്ട് ചെയ്യാതെ ഫ്രണ്ട്സ് അവിടെ പോകുന്നുണ്ട് അല്ലെങ്കിൽ റിലേറ്റീവ്സ് ഇന്ന കോഴ്സ് പറയുന്നുണ്ട്, അത്തരം ഒരു ഡിസിഷൻ മേക്കറാണ് നിങ്ങളെങ്കിൽ ഞാൻ ഉറപ്പിച്ച് പറയാം നിങ്ങളുടെ കരിയർ അബദ്ധത്തിലാണ്. വിദ്യാഭ്യാസപരമായിട്ട് നമുക്ക് ഏത് എക്സ്റ്റൻഷൻ വരെ പോകാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഇന്ന് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആവുന്നത് പോലെയുള്ള ഒരു കോഴ്സ് കണ്ടെത്താനുള്ള ശ്രമം നിങ്ങൾ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യണം. പല സ്ട്രീം നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോഴും ഇന്ന കോഴ്സിലേക്ക് എത്താൻ അല്ലെങ്കിൽ ഇന്ന കോഴ്സ് മതി എന്നൊരു ചെറിയ താല്പര്യത്തോടു കൂടെ ആയിരിക്കും നിങ്ങൾ ഈ പറയുന്ന സ്ട്രീമിലേക്കൊക്കെ എത്തിപ്പെട്ടിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ആ ഒരു സ്ട്രീമിൽ ഇപ്പം നിന്നുകൊണ്ട് നിങ്ങൾ ശരിക്കും ആലോചിക്കുക. അപ്പോൾ സ്കൂളിംഗ് ലൈഫിൽ നിങ്ങൾ പതിയെ പ്രൊഫഷണൽ കോളേജിലേക്ക് നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യപ്പെടുകയാണ്. നല്ല സ്റ്റിഫ് പേഴ്സണാലിറ്റി, നല്ല സ്റ്റിഫായിട്ടുള്ള ലാംഗ്വേജ്, പെർഫോമൻസ്, പ്രാക്ടിക്കൽ സ്കിൽ, ഇതെല്ലാം നല്ല ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഒരാളെ മാത്രമേ നമ്മളൊരു പ്രൊഫഷണൽ എന്ന് വിളിക്കുകയുള്ളൂ. കോഴ്സ് ഡ്യൂറേഷൻ കഴിഞ്ഞ് നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ ഒരു ഗ്രാജുവേറ്റ് ആവുക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഒരു പ്രൊഫഷണൽ ആവാനൂടെ നിങ്ങൾക്ക് പറ്റണം. ഗ്ലോബലി നമ്മൾക്ക് താല്പര്യപ്പെടുന്നത് പോലെയുള്ള എഡ്യൂക്കേഷൻ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ഒരുപാട് സാധ്യതകളുണ്ട്. അത്തരം സാധ്യതകളെ കുറിച്ച് അറിയാനും കോഴ്സുകളെ കുറിച്ച് അറിയാനും അതുമായിട്ട് ബന്ധപ്പെട്ട അഡ്മിഷൻ പ്രൊസീജിയറുകളെ കുറിച്ചൊക്കെ അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം.